Dear friends, we are going to the next session of our international business. We have completed the first few chapters or few topics like what is international business, the definition of international business, likewise the features of international business, and all these things we have studied. And now we are going to the problems of international business. What are the important problems to be faced before conducting an international business? That's today's important topic we are going to discuss. And we can see mainly there are 8 important problems in the conduct of international business. And the first and the most important problem is political problem or political interference. And what is political problem and how it affects the conduct of international business? എന്താണ് പൊളിറ്റിക്കൽ പ്രോബ്ലംസ്, എന്തൊക്കെ തരത്തിലുള്ള പൊളിറ്റിക്കൽ പ്രോബ്ലംസ് ആണ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ? പൊളിറ്റിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ടുള്ളത് ഗവൺമെൻറ്റും ഗവൺമെൻറ്റിനോടനുബന്ധിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസും ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തിനെ ബാധിക്കുന്നുണ്ട്? അതിൻ്റെ കണ്ടക്റ്റിനെ ബാധിക്കുന്നുണ്ട് അല്ലേ? ഒരുപാട് ഒന്നാമത് ലേബർ പ്രൊട്ടക്ഷൻ ആക്ട് അല്ലേ? ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള ലേബർ പ്രൊട്ടക്ഷൻ ആക്ട് ആയിരിക്കില്ല പുറം രാജ്യങ്ങളിലുള്ള ലേബർ പ്രൊട്ടക്ഷൻ ആക്ട്. അതുപോലെ തന്നെ നമ്മുടെ ടാക്സേഷൻ റൂൾസ് റെഗുലേഷൻസ്, ടാരിഫുകൾ, എക്സൈസ് ഡ്യൂട്ടീസ് അല്ലേ? ഇതൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും, ഡിഫറെൻറ്റ് കൺട്രീസിൽ ഡിഫറെൻ്റ് ആയിരിക്കും. സോ അത് അവിടുത്തെ ഗവൺമെൻറ് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പഠനങ്ങളൊക്കെ നടത്തിയതിന് ശേഷം അവർ ഇവോൾവ് ചെയ്യുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. അതിൽ മെയിനായിട്ട് വരുന്നത് ലോസ് അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്നൊക്കെ പറയുമ്പോൾ മെയിനായിട്ട് അവിടെ കോമ്പറ്റീഷൻ ലോ അല്ലേ? കോമ്പറ്റീഷൻ, അതായത് എത്രത്തോളം കോമ്പറ്റീഷൻ ആവാം, ഹെൽത്തി കോമ്പറ്റീഷൻ എന്താണ്, അൺഹെൽത്തി കോമ്പറ്റീഷൻസ് എന്താണ് അല്ല, അതൊക്കെ വെൽ ഡിഫൈൻഡ് ആണ് കോമ്പറ്റീഷൻ ലോയിൽ. അത് ഡിഫറെൻറ്റ് കൺട്രീസിൽ ഡിഫറെൻറ്റ് ലോസാണ് എന്ത് ചെയ്യുന്നത്, എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ട്രേഡ് യൂണിയൻസിൻ്റെ ഫ്രീഡം എത്രത്തോളം ഉണ്ട്? ഓരോ രാജ്യങ്ങളിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ് ട്രേഡ് യൂണിയൻസിനോടുള്ളത്. അപ്പോൾ ട്രേഡ് യൂണിയൻസിൻ്റെ അതിനോടനുബന്ധിക്കുന്ന അവരെ ഗവേൺ ചെയ്യുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണ്? അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് ലോ എന്തൊക്കെയാണ്? എംപ്ലോയ്മെൻറ്റ് ലോ, അതുപോലെ തന്നെ അനുബന്ധിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണ്? ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ പല സംസ്ഥാനങ്ങളിലും പല വിധത്തിലുള്ള ലോസാണ് എന്ത് ചെയ്യുന്നത്, എക്സിസ്റ്റ് ചെയ്യുന്നത്. കാര്യം അത് തമ്മിൽ ഒരുപാട് സാദൃശ്യങ്ങളുണ്ടെങ്കിൽ കൂടിയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ലോ വിതിൻ ദ കൺട്രി തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ നമുക്കറിയാം അത് നമ്മൾ ക്രോസ് ദ ബോർഡർ നമ്മൾ പോയി കഴിയുമ്പോൾ എത്രത്തോളം അത് എഫക്റ്റ് ചെയ്യാമെന്നുള്ളത്. അതുപോലെ തന്നെ ഡാറ്റ പ്രൊട്ടക്ഷൻ ലോ അല്ലെങ്കിൽ സൈബർ ലോ എന്നൊക്കെ നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കും അല്ലേ? ഒരുപാട് ഫയൽസിൻ്റെ ട്രാൻസ്ഫേഴ്സും അതുപോലുള്ള കാര്യങ്ങളൊക്കെ വേണ്ടി വരുന്ന ഒരു മേഖലയാണ് ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്ന മേഖല. സോ എങ്ങനെയാണ് ഈ ഡാറ്റ പ്രൊട്ടക്ഷൻ ലോ നമുക്ക് പല സ്ഥലങ്ങളിൽ പല കൺട്രീസിൽ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും നോക്കാം. അതുപോലെ തന്നെ ടാക്സ് പോളിസീസ്, ഗവൺമെൻറ്റിൻ്റെ സ്റ്റെബിലിറ്റി, ഇറ്റ്സ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പൊളിറ്റിക്കൽ പ്രോബ്ലം. ഗവൺമെൻറ് സ്റ്റെബിലിറ്റി, സ്റ്റേബിൾ അല്ലാത്തൊരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യത്തിന് സ്ഥിരതയില്ലാത്തൊരു ഗവൺമെൻറ് ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിനാൽ തന്നെ വലിയൊരു പ്രോബ്ലമാണ്. പ്രത്യേകിച്ചും ഇൻ്റർനാഷണൽ ബിസിനസ് കണ്ടക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു ഫോറിൻ കൺട്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു പെർട്ടിക്കുലർ ഗവൺമെൻറ്റിനോടുള്ളൊരു സപ്പോർട്ട് അല്ലെങ്കിൽ ഗവൺമെൻറ്റിനോടുള്ളൊരു ചായ്വ് ചിലപ്പോൾ ഉണ്ടായിന്ന് വരാം. അപ്പോൾ അവരുമായിട്ട് ബിസിനസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ രാജ്യമായിട്ട് ബിസിനസ് ചെയ്യാനായിട്ട് പലപ്പോഴും ഇഷ്ടമുണ്ടായിരിക്കാം. പക്ഷേ ഒരു കൊല്ലം കഴിയുമ്പോൾ നെക്സ്റ്റ് ഗവൺമെൻറ് വന്നു കഴിയുമ്പോൾ അത്രത്തോളം ഇൻസ്റ്റേബിൾ ആയി കഴിയുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് കൊല്ലം തന്നെ ചിലപ്പോൾ ഫോറിൻ കൺട്രീസ് അത് വിഡ്രോ ചെയ്യുന്നു, വീണ്ടും അവർക്കത് താല്പര്യമാവുന്നു. അങ്ങനെ വരുമ്പോൾ ഒരു ലോങ്ങർ ടേമിലേക്ക് പലപ്പോഴും ബിസിനസ് കൊണ്ട് നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക്
അത് പോകാനാണ്. അപ്പോൾ സ്റ്റേബിൾ അല്ലാത്ത ഗവൺമെൻറ് എന്ന് പറയുന്നത് പലപ്പോഴും ഒരു പ്രോബ്ലം തന്നെയാണ് എന്തിനെ സംബന്ധിച്ചിടത്തോളം, ഇൻ്റർനാഷണൽ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ ലോസ് ആൻഡ് റൂൾസ് റിഗാർഡിങ് കോപ്പിറൈറ്റ്, പേറ്റൻറ്റ് റൈറ്റ്, കോപ്പിറൈറ്റ് പേറ്റൻറ്റ് റൈറ്റിനോട് അനുബന്ധിച്ചിട്ടുള്ള റൂൾസ് റെഗുലേഷൻസ്, ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രശ്നങ്ങൾ ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ കണ്ടക്റ്റിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പൊളിറ്റിക്കൽ പ്രോബ്ലംസാണ്. നമുക്കറിയാം പൊളിറ്റിക്സ് തന്നെയാണ് പലപ്പോഴും ഗവൺമെൻറ്റിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന്, അതുപോലെ ഒരു എക്സ്പോർട്ടിനോടനുബന്ധിച്ചിട്ടുള്ള അവരുടെ കോൺസെപ്റ്റ്, ഇമ്പോർട്ടിനോടനുബന്ധിച്ചിട്ടുള്ള കോൺസെപ്റ്റ്, പലർക്കും പല കോൺസെപ്റ്റുകളായിരിക്കും, പല ഗവൺമെൻറ്റിനും പല കോൺസെപ്റ്റുകളായിരിക്കും ഉണ്ടായിരിക്കുക. സോ അതൊക്കെ നമ്മുടെ ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ കണ്ടക്റ്റിന് ചിലപ്പോഴെങ്കിലും ഒരു ഹിൻഡ്രൻസ് ആയിട്ട് മാറാറുണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. സോ ഏറ്റവും വലിയൊരു പ്രോബ്ലമായിട്ട് നമുക്ക് കണക്കാക്കേണ്ടി വരിക ഈ പൊളിറ്റിക്കൽ പ്രോബ്ലംസ് തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. ഇനി രണ്ടാമതായിട്ട് വരുന്നൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഹൈ കോസ്റ്റ്, ഹൈ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഹൈ കോസ്റ്റ്. ഓക്കെ, അതായത് വലിയ തോതിൽ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ടി വരുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് പലപ്പോഴും ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. ഹൈ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പലപ്പോഴും വേണ്ടി വരും ഇൻ്റർനാഷണൽ ബിസിനസ് നടത്താനായിട്ട്. അത് എത്രത്തോളം പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. വലിയൊരു എമൗണ്ട് നമ്മൾ ഫോറിൻ കൺട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾ അഥവാ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് ഇഷ്യൂസ് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണ് ബാധിക്കുക. നമ്മളിപ്പോൾ ചിലപ്പോൾ അത് ബ്ലോക്കായി പോവും. ചില ഫോറിൻ കൺട്രീസിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അസറ്റ്സിൽ, പ്ലാന്റിൽ, ലേഔട്ടിൽ ഒക്കെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ബ്ലോക്കായിട്ട് പോകുന്നു. അവരത് ചിലപ്പോൾ പിടിച്ചു വെച്ചു എന്ന് വരാം അല്ലേ. ഒരു ചെറിയൊരു ടേം നമ്മളവിടെ യൂസ് ചെയ്യുന്നുണ്ട്, എക്സ്പ്രോപ്രിയേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് ചിലപ്പോൾ നടന്നു എന്ന് വരാം. വിതൗട്ട് എനി പേയ്മെൻറ്റ്, വിതൗട്ട് എനി കോമ്പൻസേഷൻ നമ്മുടെ പ്രോപ്പർട്ടീസ്, നമ്മുടെ അസറ്റുകൾ ഫോറിൻ രാജ്യങ്ങളിൽ പിടിച്ചു വയ്ക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷത്തിന് വിളിക്കുന്ന പേരാണ് എക്സ്പ്രോപ്രിയേഷൻ. നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി, വലിയ കാര്യമായിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫോറിൻ കൺട്രീസിൽ നമ്മൾ നടത്തി, അതേസമയം അതിൽ നിന്നും നമുക്കൊരു വരുമാനവും ഇല്ല, അതേസമയം നമുക്കത് അങ്ങനെ തന്നെ തിരിച്ചു കിട്ടേണ്ട അല്ലെങ്കിൽ തിരിച്ചു പിടിക്കേണ്ട ഒരു സാധ്യതയും ഇല്ലാതാക്കി തീർക്കുന്ന ഒരു പ്രോസസ്സാണ് എക്സ്പ്രോപ്രിയേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. മാത്രമല്ല ഈ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിൽ കൂടുതൽ ഒരു കോൺസെൻട്രേഷൻ കൊടുക്കുന്ന സമയത്ത് പലപ്പോഴും ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ മറന്നു പോകുന്ന ഒരവസ്ഥ ഉണ്ടായി എന്ന് വരാം. അതുകൊണ്ട് തന്നെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിനെ നമ്മൾ തളർത്തുന്ന അല്ലെങ്കിൽ അതിനെ ഡിസ്കറേജ് ചെയ്യുന്നൊരു പ്രവണത പല രാജ്യങ്ങളിലും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം ഫോറിൻ റിസർവുകൾ, ഫോറിൻ എക്സ്ചേഞ്ച് റിസർവുകൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കീപ്പ് ചെയ്താൽ മാത്രമാണ് അത്യാവശ്യത്തിന് ഇൻ്റർനാഷണൽ ബിസിനസ്സുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, കണ്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതേസമയം അങ്ങനെ ഒരുപാട് ആൾക്കാർ അതിൻ്റെ പിന്നാലെ പായുന്ന സമയത്ത് നമ്മൾ നമ്മുടേതായിട്ടുള്ള ഡൊമസ്റ്റിക് ആയിട്ടുള്ള ബിസിനസ്സുകളെ, ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെൻറ്റിനെ, അതായത് ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഇന്ത്യക്കാർ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് പുതിയ ഇൻഡസ്ട്രീസ് ഉണ്ടാക്കി അത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ആ ഒരു സ്ഥിതിവിശേഷം ഇല്ലാതാവുന്നത് കൊണ്ട് തന്നെ കൂടുതൽ കോൺസെൻട്രേഷൻ ആൾക്കാർ അല്ലെങ്കിൽ ഗവൺമെൻറ്റും ബാക്കിയുള്ള അതുകളും നമ്മുടെ വിതിൻ ദ കൺട്രി ഉള്ള പ്രൊഡക്ഷന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ത് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ്. അത് നമുക്ക് വേണ്ടത്ര രീതിയിൽ കാര്യക്ഷമമായിട്ട് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്ചേഞ്ച് റേറ്റിൻ്റെ, ഇപ്പോൾ ഫോറിൻ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ വരുമ്പോഴാണ് എക്സ്ചേഞ്ച് റേറ്റിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ചിന്തിക്കേണ്ടി വരുന്നത് അല്ലേ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. വിതിൻ ദ കൺട്രിയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, വിതിൻ ദ കൺട്രിയാണ് നമ്മളെല്ലാ പ്രോസസ്സുകളും ഓപ്പറേഷൻസും ഒക്കെ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എക്സ്ചേഞ്ച് റേറ്റിനെ കുറിച്ച് വലിയ കാര്യമായിട്ട് ആകുലപ്പെടേണ്ട ഒരു അവസ്ഥാവിശേഷം എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. അതേസമയം ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനെ കുറിച്ച് ആലോചിക്കണം, എക്സ്ചേഞ്ച്. അതേസമയം അതെപ്പോഴും നമുക്ക് അനുകൂലമാകണമെന്ന്
നിർബന്ധമില്ല. ചില വർഷങ്ങളിൽ അല്ലെങ്കിൽ ചില പ്രത്യേക ഗവൺമെൻറ് ഭരിക്കുന്ന സമയത്ത് ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു എക്സ്ചേഞ്ച് റേറ്റ്, എക്സ്ചേഞ്ച് മൂല്യം നമുക്ക് എന്ത് ചെയ്യണമെന്നില്ല, കിട്ടണമെന്ന് നിർബന്ധമില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ അത് നമ്മുടെ ബിസിനസ്സിനെ, ഇൻ്റർനാഷണൽ ബിസിനസ് നമ്മൾ നടത്തിക്കൊണ്ട് പോകുന്ന ഇൻ്റർനാഷണൽ ബിസിനസ്സിനെ അത് നെഗറ്റീവായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ബാധിക്കുന്നത്. അതുപോലെ തന്നെ ചില ഈ എക്സസീവായിട്ടുള്ള ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റുകൾ എന്ന് പറയുന്നത് പലപ്പോഴും എന്തിനെ ഒരു പ്രത്യേക വ്യവസ്ഥിതിക്ക് രൂപം കൊടുക്കാറുണ്ട്. അതായത് കൊളോണിയലിസം എന്ന് പറയുന്ന ആ ഒരു വ്യവസ്ഥിതി. കൊളോണിയലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ള രാജ്യങ്ങൾക്ക് ആ ഒരു മേൽക്കോയ്മ, അല്ലേ, ട്രേഡ് രംഗത്ത്, ഇൻഡസ്ട്രിയൽ രംഗത്ത് ആ ഒരു സുപ്രീം പവർ അവർക്ക് കിട്ടാനായിട്ടുള്ളൊരു സാധ്യത അത് സ്വാഭാവികമായിട്ടും വന്നു ചേരുന്ന ഒരു പ്രോബ്ലമാണ്. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ രാജ്യങ്ങൾക്ക് ആ മേഖലയിലേക്ക് എത്തി നോക്കാൻ പോലും കഴിയാത്തൊരു സംവിധാനം വരിക എന്നുള്ളത് അത് ഇതിൻ്റെ ഒരു വലിയൊരു പ്രോബ്ലമായിട്ട്, അതായത് ഫ്രീ ആക്സസ് ഉള്ള, ഫ്രീ ട്രേഡിംഗ് കപ്പാസിറ്റീസ് ഉള്ള, നല്ലവണ്ണം ഇൻവെസ്റ്റ് ചെയ്യുന്ന കൺട്രീസിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സുപ്രീം പവർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കാര്യങ്ങൾ എളുപ്പമായി. പിന്നെ അവർ തന്നെയായിരിക്കും ആ രംഗത്ത് എന്ത് ചെയ്ത് വരുന്നത്, വിജയിച്ച് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ചില പ്രോബ്ലംസ് അതിലുണ്ടാവാനായിട്ടുള്ളൊരു സാധ്യത കാണാം. ആ ഒരു കൊളോണിയലിസത്തിൻ്റേതായിട്ടുള്ള ചില എഫക്റ്റുകൾ, അല്ലേ, നമ്മൾ ഒട്ടും ആശാസ്യമല്ലാത്ത അല്ലെങ്കിൽ ഫേവറബിൾ അല്ലാത്ത എഫക്റ്റുകൾ അവിടെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത അവിടെയുണ്ട്. സോ ദാറ്റ്സ് എ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം. എക്സസീവായിട്ടുള്ള ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റും അതിനോടനുബന്ധിച്ച് റിലേറ്റഡ് ആയിട്ട് നമുക്ക് വേണ്ടി വരുന്ന കോസ്റ്റുകളും, ട്രാൻസാക്ഷൻ കോസ്റ്റും എക്സ്ചേഞ്ച് റേറ്റും അതിനോടനുബന്ധിച്ചിട്ടുള്ള കോസ്റ്റുകൾ ഒരുപാട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നുണ്ട്, ചിലവ് ചെയ്യേണ്ടി വരുന്നുണ്ട്, ഓൺലി ഫോർ ദ പർപ്പസ് ഓഫ് കണ്ടക്ടിങ് ഇൻ്റർനാഷണൽ ബിസിനസ്. ഇനി മൂന്നാമതായിട്ട് വരുന്നൊരു പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ രണ്ടാമത്തെ പ്രോബ്ലത്തിനോടനുബന്ധിച്ച് തന്നെ പറയുന്ന പ്രോബ്ലമാണ്. പക്ഷേ അത് വളരെയധികം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട, അത് വേറൊന്നുമല്ല, എക്സ്ചേഞ്ച് റേറ്റിൻ്റെ ഇൻസ്റ്റെബിലിറ്റി. എക്സ്ചേഞ്ച് റേറ്റ് ഇൻസ്റ്റെബിലിറ്റി, അല്ലേ, നേരത്തെ പറഞ്ഞു തന്നെയാണ് അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു എക്സ്ചേഞ്ച് റേറ്റ് നമുക്ക് കിട്ടണമെന്നില്ല. അത് പ്രത്യേകിച്ചും നമ്മുടെ ഈ ഒരു ഡിവാലുവേഷൻ്റെ സമയത്ത്, അല്ലേ, നമ്മുടെ പൈസയുടെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ തീർച്ചയായിട്ടും അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു എക്സ്ചേഞ്ച് റേറ്റ് കിട്ടണമെന്ന് നിർബന്ധമില്ല. അതേസമയം എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ എക്സ്ചേഞ്ച്, പ്രത്യേകിച്ചും ഇൻ്റർനാഷണൽ ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നൊരു സമയത്ത് എല്ലാ പ്രോസസ്സുകളും ഈ ഒരു ഫോറിൻ എക്സ്ചേഞ്ച് ഇല്ലാതെ അവിടെ നടക്കില്ല. പക്ഷെ അതിൻ്റെ ഉള്ളിൽ തന്നെ ആ ഒരു ഇൻസ്റ്റെബിലിറ്റി ഉണ്ട് എന്നുള്ളത് ഏറ്റവും വലിയൊരു റിസ്ക് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, പറയേണ്ടി വരും. സോ ദാറ്റ്സ് എ തേർഡ് ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം. So first one we have studied, that's a political problem. Second one is excessive exchange, that is foreign investment and related cost. And a third one is exchange rate instability. And fourth one is entry requirement. This is also an important problem faced by the businessman while conducting international business. That is entry requirement. And what do you mean by entry requirement? Before entering a new country for the conduct of this international business, so many things have to be planned, have to be taken care of by the businessman or by the native or by the country which is going to conduct that business. Or first of all, they have to select a country in which they are going to conduct that business. That selection should be the right selection, otherwise it will seriously affect our entire process. ഓക്കെ, ആദ്യം തന്നെ നമ്മളൊരു രാജ്യത്തിനെ സെലക്ട് ചെയ്യണമെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആക്സസ് ഉള്ള, കുറച്ചും കൂടി നമുക്ക് എക്കണോമിക് വയബിലിറ്റി ഉള്ള, കുറച്ചും കൂടി ടെക്നോളജിക്കലി നമുക്ക് സാധ്യമാകുന്ന രീതിയിലുള്ളൊരു രാജ്യത്തിനെ സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞ് അതാണ് അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്. എൻട്രി റിക്വയർമെൻറ്റ്, ഏത് രാജ്യത്തിലേക്ക് എൻ്റർ ചെയ്യണം എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കണം. ആ ഒരു സെലക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്.
So we have to plan a lot, and we have to make a detailed or a thorough study relating to the selection of a country. And after that, after selecting that country, ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു കൺട്രിയെ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ചിന്തിക്കേണ്ടത് when we have to enter that country. It's also an important thing. When, in which year or in which month we have to enter into that country. അല്ലേ, ഏത് രാജ്യത്തിലാണെന്ന് നമ്മൾ തീരുമാനിച്ചു, പക്ഷെ അത് എപ്പോൾ? നമുക്ക് ഇപ്പോൾ ഇന്ത്യയിലൊരു ബിസിനസ് തുടങ്ങാൻ പറ്റിയൊരു സമയമായിരിക്കണം എന്നില്ല അമേരിക്കയിലൊരു ബിസിനസ് തുടങ്ങാൻ പറ്റിയ സമയം, അല്ലേ? അപ്പോൾ അവിടുത്തെ സമയം ഏതാണ്, അല്ലെങ്കിൽ അവിടെ എൻ്റർ ചെയ്യാൻ പറ്റിയ ആ ഒരു വർഷം ഏതാണ്, അല്ലെങ്കിൽ വർഷം സെലക്ട് ചെയ്താൽ തന്നെ ഏത് മന്തിലാണ് നമ്മളത് എൻ്റർ ചെയ്യേണ്ടത്, അത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കണം. സോ that's the next thing, when we have to enter. And the next one is scale of entry. Scale of entry, when we are going to firstly conduct a new international business, how much should be its level of operation, or എത്രത്തോളം നമുക്ക് ആ എൻട്രി ലെവലിൽ അല്ലെങ്കിൽ ആ എൻട്രി ചെയ്യുന്ന സമയത്ത് എത്രത്തോളമായിരിക്കണം നമ്മുടെ സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ, അല്ലേ? തുടക്കത്തിൽ തന്നെ ഭയങ്കര എബണ്ടൻ്റ് ആയിട്ടുള്ള ബൾക്കായിട്ടുള്ള പ്രോഡക്ട്സും സർവീസുകളാണോ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചത്, അതോ പതുക്കെ നമ്മൾ ചെറിയ രീതിയിൽ തുടങ്ങി അതൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ആ ഒരു മാർക്കറ്റിലേക്ക് നമ്മൾ എൻ്റർ ചെയ്താൽ മതിയോ? അത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, തീരുമാനിച്ചിരിക്കണം. അല്ല, എത്ര ലേബറേഴ്സിനെ ബൾക്കായിട്ട് അപ്പോയിൻ്റ് ചെയ്യണോ, അതോ കുറച്ച് പേരെ മാത്രം ഇപ്പോൾ അപ്പോയിൻ്റ് ചെയ്ത് പിന്നെ നമുക്ക് പതുക്കെ ആഡ് ചെയ്ത് നമുക്ക് അതിൻ്റെ ഒരു സ്ട്രക്ചർ നമുക്ക് വലുതാക്കിയാൽ മതിയോ? അപ്പോൾ ആ ഒരു സ്കെയിൽ ഓഫ് എൻട്രിയും വളരെയധികം. അപ്പോൾ രാജ്യം നമ്മൾ സെലക്ട് ചെയ്തു, ആ രാജ്യത്തിനകത്തേക്ക് എപ്പോഴാണ് പ്രവേശിക്കേണ്ടത്, എൻ്റർ ചെയ്യേണ്ടത് നമ്മൾ സെലക്ട് ചെയ്തു. അറ്റ് ദ സെയിം ടൈം നമ്മൾ എന്ത് സെലക്ട് ചെയ്തു, അതിൻ്റെ സ്കെയിൽ എത്രയാണ് എന്നുള്ളതും നമ്മൾ സെലക്ട് ചെയ്തു. ആൻഡ് നെക്സ്റ്റ് വി ഹാവ് ടു സെലക്ട് ദ ഫോം ഓഫ് എൻട്രി. ഫോം, ഏത് മാതൃകയിലാണ് നമ്മൾ ആ ഒരു ഇൻ്റർനാഷണൽ ബിസിനസ് നമ്മൾ നടത്തേണ്ടത്. ദർ ആർ സോ മെനി ഫോംസ്, വി ഹാവ് സ്റ്റഡീഡ് ഇറ്റ് ഇൻ ദ പ്രീവിയസ് session, that is scope of international business. While studying the scope of international business, we have discussed there are different forms of conducting international business, like there is licensing, there is franchising, there is import export of goods and services, okay, and there is subsidiary, fully owned subsidiary or fully owned partnership firm. We can conduct this international business in different forms, and we have to select one form. ഏതെങ്കിലും ഒരു ഫോം നമ്മൾ എന്ത് ചെയ്തിരിക്കണം, സെലക്ട് ചെയ്തിരിക്കണം. എല്ലാ ഫോമും കൂടി ഒരുമിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ലൈസൻസിങ്, ഫ്രാഞ്ചൈസിങ്, ഇമ്പോർട്ട്, എക്സ്പോർട്ട് എല്ലാം കൂടി ഒരുമിച്ച് കണ്ടക്ട് ചെയ്യാന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് എളുപ്പമാവണമെന്നില്ല. സോ വി ക്യാൻ സെലക്ട് ഐദർ ആവുന്നത് ഒരെണ്ണം സെലക്ട് ചെയ്യുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഫോംസ് നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാവുന്നതാണ്. ഓൺലി ലൈസൻസിങ് മെത്തേഡ്, ജസ്റ്റ് അവരുടെ ലൈസൻസ് വാങ്ങിക്കുക, അവിടെ നമ്മൾ നമ്മുടെ പ്രോഡക്ട്സ് കൊണ്ടുപോയിട്ട് വിൽക്കാം. അല്ലെങ്കിൽ അത് ഫ്രാഞ്ചൈസിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇമ്പോർട്ട് എക്സ്പോർട്ടിങ്ങിലൂടെ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, അല്ലേ? അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോമുകളുണ്ട്. ആ ഫോമിൽ ഏതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് എന്ത് ചെയ്തിരിക്കണം, മനസ്സിൽ ആയിരിക്കണം. സോ ദാറ്റ്സ് നെക്സ്റ്റ് തിങ്. സോ ദീസ് ആർ ദ 4 important things to be considered while deciding this entry requirements. But at the same time, this is not all of these processes are not an easy task. That's the important problem of this international business. നമ്മൾ പഠിച്ച ഈ 4 സ്റ്റെപ്പുകൾ അവിടെ ഉണ്ട്. രാജ്യമേത്, എങ്ങനെ, എപ്പോൾ,
എന്നൊക്കെ നമ്മൾ തീരുമാനിക്കാം. പക്ഷെ കുഴപ്പമൊന്നുമില്ല. നമ്മളിങ്ങനെ പറയുമ്പോൾ, തിയറിറ്റിക്കലി പറയുമ്പോൾ അത് വളരെ ഈസിയാണ്. ബട്ട് ഇതൊരു വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ്. ഈ 4 സ്റ്റെപ്പിലും നമുക്ക് പ്രശ്നങ്ങൾ നേരിടേണ്ടതായിട്ട് ഏത് രാജ്യം സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് 100,000 കാര്യങ്ങൾ നമ്മളവിടെ എന്ത് ചെയ്യേണ്ടതുണ്ട്, കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ഇനി എപ്പോൾ എന്ന് ചിന്തിക്കുന്ന സമയത്തും ഒരുപാട് കാര്യങ്ങൾ. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതത്ര ഈസി അല്ല. നമ്മുടെ രാജ്യത്തിന് പുറത്തുള്ളൊരു കാര്യത്തിനെ കുറിച്ച് അല്ലെങ്കിൽ രാജ്യത്തിന് പുറത്തുള്ളൊരു സംവിധാനത്തെക്കുറിച്ച് അത്രയും പെർഫെക്റ്റായിട്ട് സ്റ്റഡി ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ലാത്തത് കൊണ്ടാണ് അതെന്തായിട്ട് ഇവിടെ പറയുന്നത്. ഇറ്റ്സ് എ പ്രോബ്ലം. ഓക്കെ, എന്തുതന്നെയായാലും ആ എൻട്രി റിക്വയർമെൻറ്റ്സിലൂടെ നമുക്ക് കടന്നു പോകേണ്ടതുണ്ട്. ദി സെയിം ടൈം അതൊരു പ്രോബ്ലം ഫേസ് ആണ് എന്നുള്ളതാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ഈസ് the fifth important problem is tariffs and quotas. Tariff and quotas. Tariff and quotas means especially these two terms are used in import and export trade. Tariff means the tax or duties we are charging on either on export or on imports. And quota means how much or the quantity of products or services that we can import or exports. അപ്പോൾ താരിഫ് എന്ന് പറയുന്നത് നമ്മൾ ലെവി ചെയ്യുന്ന ചാർജ്, നമ്മൾ ലെവി ചെയ്യുന്ന ടാക്സ്, നമ്മൾ ലെവി ചെയ്യുന്ന ഡ്യൂട്ടി, ഇതിനൊക്കെയാണ് നമ്മൾ ഇപ്പോൾ ഇത്രയും പ്രോഡക്ട്സിന് ഇത്രയും സ്കെയിലാണെങ്കിൽ ഇത്രയും, ഇതിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഇത്രയും താരിഫ്, അതിൻ്റെ അപ്പുറത്തേക്കാണെങ്കിൽ ഇത്രയും സ്ലാബായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പറയാം. അത് സെയിം ടൈം കോട്ട പിന്നെ പ്രോഡക്റ്റിന് ഇത്രയും കോട്ട, ഇത്രയും നമ്മൾ മാക്സിമം ഇത്രയും ഇത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒന്നില്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. സോ ദീസ് ടു ടേംസ് ആർ ഇമ്പോർട്ടൻറ്റ്. അതേസമയം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമാണ്. നമുക്ക് ഇൻ്റർനാഷണൽ ബിസിനസ് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, പക്ഷേ നമുക്ക് ചില സമയത്ത് ഈ താരിഫുകൾ കോട്ടകളൊന്നും നമുക്ക് അനുകൂലമാകണമെന്നില്ല. നമ്മുടെ ചിലപ്പോൾ അത് കൂടുതലായിരിക്കാം, ചിലപ്പോൾ അത് വളരെ കുറവായിരിക്കാം, അല്ലേ. കോട്ട എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ 1000 യൂണിറ്റ് നമുക്ക് എക്സ്പോർട്ട് ചെയ്താലേ നമുക്ക് പറ്റുന്നുണ്ടാവുള്ളൂ. പക്ഷേ ആ ഗവൺമെൻറ്റിൻ്റെ ലോ അനുസരിച്ച് ചിലപ്പോൾ 500 മാത്രമേ അത് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാവുള്ളൂ. നമുക്കത് ഓക്കെ അല്ല. സോ ചിലപ്പോൾ നമ്മളത് ആ ഒരു സ്വപ്നം തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഉപേക്ഷിക്കേണ്ടതായിട്ട് വരാം, അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഈ താരിഫിനോടനുബന്ധിച്ചും കോട്ടയോടനുബന്ധിച്ചും ഒക്കെ വരുന്ന പ്രശ്നം എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് കോമ്പറ്റീഷൻ. The sixth important problem faced in the conduct of international business is competition. And we have studied when we are studying the features of international business, we have studied that this competition level is very very high. ഡൊമസ്റ്റിക് ബിസിനസ്സിനേക്കാളും കൂടുതലാണ് എന്തിലുള്ള കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്, ഇൻ്റർനാഷണൽ ബിസിനസ്സിലുള്ള കോമ്പറ്റീഷൻ. ആൻഡ് ഇറ്റ് ഈസ് ഓൾവേസ് ഡോമിനേറ്റഡ് ബൈ ദ വെൽ ഡെവലപ്ഡ് കൺട്രീസ്. ആൻഡ് വി ഹാവ് സ്റ്റഡീഡ് ദാറ്റ്. വെൽ ഡെവലപ്ഡ് കൺട്രീസ്, പലപ്പോഴും ആ പ്രോസസ്സിനെ ഡോമിനേറ്റ് ചെയ്യുന്നത് വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസാണ്. സോ അവരുടെ ഇടയിലേക്ക് ചെന്ന് അവരുടെ ഒരു ഫ്രണ്ട് ലെവലിലേക്ക് വരിക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബിഗ് പ്രോബ്ലം, അല്ലേ. അപ്പോൾ കോമ്പറ്റീഷൻ വളരെ കാര്യമായിട്ട് നടക്കുന്നൊരു സ്ഥലമാണ് ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്നത്. വമ്പന്മാരുടെ മുമ്പിൽ പലപ്പോഴും തോറ്റുപോകുന്ന ഒരവസ്ഥ ചില ചെറു രാജ്യങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരാം, ഫേസ് ചെയ്യേണ്ടി വരാം. എങ്കിലും നമ്മൾ വളരെ മുന്നൊരുക്കത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തിലേക്ക് എൻ്റർ ചെയ്യാവുന്നതേ ഉള്ളൂ, ഇൻ്റർനാഷണൽ ബിസിനസ്സിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാവുന്നതേ ഉള്ളൂ. ആൻഡ് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ഈസ് ഡിഫറൻസസ് ഇൻ പോളിസീസ്. പോളിസീസിലുള്ള ഡിഫറെൻറ്റ് കൺട്രീസ് ഹാവ് ഡിഫറെൻറ്റ് policies relating to the social system, policies relating to the conduct of a business, policies relating to the treatment of employees, policies relating to corruptions, bribery, etc.
So different countries have different policies, and we have to accommodate all these changes and all these policies, then only we can conduct this international business. പോളിസീസിലുള്ള ഒരു വ്യത്യാസങ്ങൾ നമ്മുടെ രാജ്യത്തുള്ള പോളിസി ആയിരിക്കില്ല വേറൊരു രാജ്യത്തുള്ളാവുന്ന. പോളിസി എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. പോളിസി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു നയം, ഒരു കാര്യത്തിനെ അല്ലെങ്കിൽ ഒരു സംഭവത്തെ, ഒരു വ്യക്തിയെ, ഒരു ബിസിനസ്സിനെയൊക്കെ നമ്മൾ നോക്കിക്കാണുന്ന ഒരു രീതി, അതിൽ പലപ്പോഴും പല വ്യത്യാസങ്ങളും പല സ്ഥലങ്ങളിലും ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു പ്രോബ്ലം തന്നെയാണ്. അതിനെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചെങ്കിൽ മാത്രമേ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ബിസിനസ്സിലേക്ക് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, പ്രവേശിക്കാനായിട്ട് സാധിക്കുള്ളൂ. ആൻഡ് നെക്സ്റ്റ് വൺ, the last important problem is difference in geographical conditions, language, culture, etc. Geographical conditionsiലുള്ള ഡിഫറൻസ്, അതുപോലെ തന്നെ നമ്മുടെ ലാംഗ്വേജിലുള്ള ഡിഫറൻസ്, കൾച്ചറിലുള്ള ഡിഫറൻസ്, ഇതൊക്കെ നമ്മൾ മുൻപേ തന്നെ ഡിസ്കസ് ചെയ്തിരുന്നതാണ് അല്ലേ. ഇൻ്റർനാഷണൽ ബിസിനസ്സിലാണ് ഈ വക പ്രശ്നങ്ങളൊക്കെ വരുന്നത്. And different countries use different languages, and within the country itself we are using 10 or 15 languages, and how we can adjust with these different types of languages when we are conducting business, and when we are assuring the consumer satisfaction. We should know all these languages. ഇതൊക്കെ നമുക്ക് അറിഞ്ഞാലേ ഇൻ്റർനാഷണൽ ബിസിനസ്സിലേക്ക് നമ്മുടെ ഒരു ബിസിനസ് കണ്ടക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ അല്ലേ. അതുപോലെ തന്നെ ജോഗ്രഫിക്കൽ കണ്ടീഷൻസ്, പല ജോഗ്രഫിക്കൽ കണ്ടീഷൻസാണ്. നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് ആ ജോഗ്രഫിക്കൽ കണ്ടീഷനിൽ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയുമ്പോഴാണ് ഇൻ്റർനാഷണൽ ബിസിനസ്സിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ അല്ലേ. എന്തൊക്കെ ജോഗ്രഫിക്കൽ പ്രത്യേകതകളാണ് അവിടെ ഉള്ളത്, അവിടുത്തെ കസ്റ്റമേഴ്സിൻ്റെ പ്രത്യേകത എന്താണ്, അവരെങ്ങനെയുള്ള പ്രൊഡക്ട്സ് ആണ് അതൊക്കെ എല്ലാം മാർക്കറ്റിങ്ങിൻ്റെ തന്ത്രങ്ങൾ മെനയുന്ന സമയത്ത് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പക്ഷേ ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഗ്രാവിറ്റി കുറച്ചും കൂടി എന്ത് ചെയ്യാമെന്ന് മാത്രം കൂടുതലാകുന്നു എന്ന് മാത്രം. അതുപോലെ തന്നെ പല സംസ്കാരങ്ങൾ, ഡിഫറെൻ്റ് ആയിട്ടുള്ള കൾച്ചർ. ഇപ്പോൾ ഇന്ത്യയെക്കുറിച്ച് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താ പഠിച്ചിരിക്കണേ, നാനാത്വത്തിൽ ഏകത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ദാറ്റ് ഈസ് ഇംഗ്ലീഷിൽ നമ്മളത് പറയുമ്പോൾ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ആ രാജ്യത്ത് തന്നെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയാണ്. സോ വേറെ രാജ്യങ്ങൾ നമ്മൾ എടുക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരിക്കാം ഇതുപോലുള്ള പല പ്രത്യേകതകളും, പല ഭാഷകൾ സംസാരിക്കുന്ന, പല സാമൂഹികമായിട്ടുള്ള ചുറ്റുപാടുകളിൽ ജീവിക്കുന്ന, പല ട്രഡീഷൻസും പല കസ്റ്റംസും പല കൾച്ചേഴ്സും ഉള്ള വ്യക്തികൾ. ഇതിനെയൊക്കെ ഉൾക്കൊള്ളാൻ നമുക്ക് എന്ത് ചെയ്യണം, സാധിക്കണം. അതിന് പറ്റിയ, അവർക്ക് പറ്റിയ ജോഗ്രഫിക്കൽ കണ്ടീഷൻസിന് പറ്റിയ, അവരുടെ ടേസ്റ്റിന് പറ്റിയ പ്രോഡക്ട്സ് ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ മാത്രമേ ഇൻ്റർനാഷണൽ ബിസിനസ് ഒരു സക്സസ്ഫുൾ പ്രോഗ്രാം ആവുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു പ്രോബ്ലമായിട്ട് എന്ത് ചെയ്യും, മാറും. സോ these are the 8 important problems of international business. First one was a political problem, second one is high foreign investment, third one is foreign exchange instability, fourth one is entry requirement, fifth one tariffs and quota, sixth one competition, seventh one difference in policies, and the last eighth one, that is difference in geographical conditions, language and culture. Okay, so these are the important problems. And next we can see the difference between domestic and international business. We know that there are clearly some differences between domestic and international business, but at the same time we have to know the basis of differentiation, which are the important basis upon which domestic and international businesses are differentiated. ഇതാണ് നമ്മളിവിടെ ഒരു കുറച്ച് ഡിഫറൻസുകൾ അല്ലെങ്കിൽ അതിൻ്റെ ബേസിസുകൾ നമുക്ക്
തന്നിട്ടുണ്ട്. ആ ബേസിസുകളെ ആസ്പദമാക്കി എങ്ങനെയാണ് നമുക്കതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക? നമുക്കറിയാം എന്താണ് ഡൊമസ്റ്റിക് ബിസിനസ്. ഡൊമസ്റ്റിക് ബിസിനസ് മീൻസ് ദ ബിസിനസ് കണ്ടക്റ്റഡ് വിത്തിൻ ദ കൺട്രീസ് ഡൊമസ്റ്റിക് ബിസിനസ്. ആൻഡ് ഇൻ്റർനാഷണൽ ബിസിനസ് മീൻസ് the business conducted across the borders of countries known as international business. So in the definition itself or in the meaning itself there is clear cut difference between domestic and international business, but at the same time we should know the basis. എന്തൊക്കെയാണ് അതിൻ്റെ ബേസിസ്, എന്തിന്മേലൊക്കെയാണ് ആ ഒരു ഡിഫറൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്? As a theoretical question, it's very important. So you have to study the basis, and the first one is the environment. So first basis upon which these two businesses are differentiated, environment. Here in domestic business, the environment, whether it is internal or external, to some extent it is controllable, and it is നമുക്ക് ഒരു പരിധിവരെ നമുക്കതിനെക്കുറിച്ച് അവേർനെസ് ഉണ്ടായിരിക്കും അല്ലേ, if it is domestic business. But in international business, the environmental factors are not at all familiar. It is not at all here. അവിടെ എഴുതിയിരിക്കുന്നത് domestic business environment is known, but in international business this environment is not fully known. നമുക്കതിനെക്കുറിച്ചിട്ടുള്ളൊരു പൂർണ്ണമായിട്ടുള്ളൊരു അറിവ് നമുക്കില്ല അല്ലേ. അതേസമയം ഡൊമസ്റ്റിക് ബിസിനസ് ആണെങ്കിൽ വി നോ ഓൾ ദീസ് തിങ്സ് ആർ ഹാപ്പനിങ് വിത്തിൻ അവർ കൺട്രി. ബട്ട് ഇൻ ഇൻ്റർനാഷണൽ ബിസിനസ് ഇന്നതൊക്കെ നടക്കുന്നു വിവിധ രാജ്യങ്ങളിൽ എന്ന് നമുക്ക് പറയുക എളുപ്പമല്ല. അതുകൊണ്ടാണ് അവർ എഴുതിയിരിക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് ഫുള്ളി നോൺ. ആൻഡ് ദ സെക്കൻഡ് ബേസിസ് ഈസ് പ്ലാൻ ആൻഡ് സ്ട്രാറ്റജി. പ്ലാൻ ആൻഡ് സ്ട്രാറ്റജി, the level of planning, the term of planning, that's the second basis. And in the case of domestic business, this plan and strategy is only for sometimes it may be short or it may be long. In some business it may be only for a short term, but in most of the business it may be for long term purpose, short term and long term. But in international business there is no question of short term planning and strategies. Planning and strategies are only for a long term in international business. That is the second difference or second base. And third base is competitive forces and their intensity. Competitive forces, from where these competitive forces are coming, it is calculative and it is predictable in the case of a domestic business. But in the case of international business, it is very much difficult to understand its movement, from where this competition forces coming. We cannot measure it. So that's the third basis. And the next important basis is currency. The number of currencies used in business. In domestic industry we know there is only one currency is needed, but in case of international business, in which country or in how many countries we are conducting all these businesses, the number of currency depends on that number. And with a single currency we cannot conduct an international business. So that's the next important basis, that is currency. And the next one is business risk. Risk is there in any type of business, whether it is domestic or in international business, but at the same time this risk is measurable in the case of a domestic business, it is predictable in the case of domestic business, but in international business it is not at all predictable. So that is, it is very difficult to predict in the case of international
business. And next one is research. Research in the conduct of business, research in connection with the conduct, or it may be relating to the technology, or it may be relating to the product, all these things. But at the same time, in this domestic business, it is to some extent it is very easy to conduct research, and the research results are reliable also. But in the case of international business, it is very difficult to conduct this international business, and at the same time it is expensive, and at the same time the research results may not be that much reliable. So that is the next important thing. And the next one is human resources. Human resources and how human resources affect domestic business and international business. And in the case of human resources, as an asset of the business, human resource, or it is usually termed as the resource, and to some extent it is manageable. And in domestic business it is manageable, it can be managed very well, and we are appointing personnel from within the country, and so we can manage them very easily. But at the same in international business, when we are hiring employees from outside, so we cannot manage them very well. And here it is said that they are multilingual, multi-strategic and multicultural human resource. They use different languages, and they have different strategies. At the same time they have different cultures. So all these are problems. And the next important basis is organizational vision and objective. Organization, for every organization there should be their own vision and their own objectives. But in a domestic business it is very easy to understand to a common man or to a layman. This the vision and objective of a businessman, it can be easily understood by the by a common man. But in the case of international business, this vision and objective cannot be easily understood by a common man. So that's the next one. And the next one is product and usage. Product and usage. Product means when we are making the product to an and it is introduced to a domestic business, it can be easily adapted, and it can be easily adjusted to the needs of the local customers. But at the same time this adaptation is not that much easy in the case of international business, and we have to know the taste and preferences of foreign customers, and at the same time we have to adjust the product, and it's a difficult process. And the next one is legal aspects. Legal aspects, and here the laws, rules and regulations, or the laws existing in the land. It is for example, we Indians are familiar with the laws existing within our country, and we know the rules and regulations, but at the same time we are not in a position to know exactly what are the rules and regulations, or what are the different kinds of laws or acts existing in different countries. So these legal aspects are different. One law in India, it may be different from the same law in America. So that's the difference. So legal aspects are different. And next one is investment, the level of investment, grade of investment. For conducting a domestic industry, we need only a small scale of investment, but in this foreign or international business, large investment or huge investment is there.
And the next one is pricing strategies. Um, Pricing strategies means there are different types of pricing, different methods of pricing, and the method of pricing adopted in this domestic industries, it may not be suitable for international business. Commonly in domestic industries, cost plus margin pricing or competitive pricing, they are usually implemented. Cost plus pricing means by knowing the cost of production, and after that we are adding some margin to that cost, and after fixing that margin or fixing that profit, we are fixing the price. So that is a common method. But in international pricing, usually we are using marginal cost pricing. That is we are pricing a new product or one additional product. The cost of producing one additional product is clearly, it is defined, and after knowing that, we are pricing that product. So that marginal cost pricing or transfer pricing, these are the different types of pricing existing in international business. And next basis is distribution channels. Distribution channels means the channels we are using to distribute or to exchange the finished goods to the customers. There is a clear cut distribution channel or a network of wholesalers and retailers existing in every business. And in domestic business, usually there are not so many restrictions in the selection of this distribution channel, but at the same time in this international business, there are some restrictions in the selection of this channels, wholesalers, retailers, and other franchising agencies, and all these things. There are some restrictions. And the next one is promotion methods. There is also, in the case of as in the case of distribution channel, in the promotion also there are some restrictions in international business, and not that much restriction in domestic business. And next one is logistics we are using, the types of transport and storage facilities we are using. In the case of domestic business, usually domestic agencies or domestic parties will handle that logistics, but at the same time in international business, there are certain internationally established transportation methods, at the same time storage methods, storage parties, and so that's also a difference. And next one, language culture, that's the next important difference, the next important base. Here also language in domestic business, it is very easy to manage all these things, but in international business we cannot manage it. Different cultures, different language, we cannot manage them very easily. So these are the different bases of differences or basis of differentiating domestic and international business. And from the examination point of view, I think this this topic, that is differences between domestic and international business, is very important. So you have to study it very well. So in today's topic or in today's class, we have discussed two topics. They are problems of international business, and the next one is differences between domestic and international business. And the next topic we can study in the next class. So till then, goodbye, thank you.